വിമതർ ജയിച്ചു, കത്തോലിക്ക സഭ തോറ്റു. മാർപ്പാപ്പയ്ക്കും സിനഡിനും പുല്ലുവില കൽപ്പിച്ച് വിമതർ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്ക് മുൻപിൽ മുട്ടുമടക്കി. മാർപ്പാപ്പയുടെ കൽപ്പനയ്ക്ക് പുല്ലുവിലയാണ് എറണാകുളത്തെ വിമതർ നൽകിയത്. മാസങ്ങളോളം നീണ്ട തർക്കങ്ങൾക്കും തെരുവ് യുദ്ധങ്ങൾക്കുമൊടുവിൽ വിമതർ നേട്ടം കൊയ്യുന്ന കാഴ്ചയാണ് വിശ്വാസികൾക്ക് കാണാൻ സാധിക്കുന്നത്. കത്തോലിക്ക സഭയുടെ കൽപ്പന നടപ്പിലാക്കാൻ ശ്രമിച്ച മാർ ബോസ്കോ പുത്തൂരിനെയും വിമതർ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിക്കുകയും വിമതരുടെ ഇഷ്ടകഥാപാത്രമായ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ ചുമതലയിലെത്തിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതുതന്നെയായിരുന്നു വിമതരുടെ ഉദ്ദേശവും. അവരെ അനുസരിക്കുന്ന, അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു മെത്രാനെ അവർക്ക് വേണമായിരുന്നു. അത് സാധിച്ചു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാവട്ടെ സീറോ മലബാർ സഭയിലെ 5 മെത്രാന്മാർ അടങ്ങുന്ന സംഘത്തിന്റെ കൂട്ടായ്മ തന്നെ. ബിഷപ്പ് ഇടേന്ദ്രത്ത് എന്നിവർ നേതൃത്വം നൽകുകയും റവറൻ വട്ടോളി, റവറൻ മുണ്ടാടൻ എന്നീ വൈദികർ അടങ്ങുന്ന സംഘമാണ് കൃത്യമായി പ്ലാൻ ചെയ്ത് എറണാകുളം അതിരൂപത ഭരണം പിടിച്ചെടുത്തത്. നിലവിൽ എറണാകുളം അതിരൂപത മാർപ്പാപ്പയുടെ കീഴിലാണെങ്കിലും 50% പള്ളികളും വിമതരുടെ കൈവശത്തിലാണ്. അവരുടെ പ്രവർത്തനത്തിന് ഒന്നുകൂടി ആക്കം കൂട്ടുന്നതിനെ ബിഷപ്പ് പാംപ്ലാനിയുടെ നിയമനം സഹായിക്കും. യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ പറഞ്ഞാൽ മതിയല്ലോ. വിമത വൈദികരുടെ എല്ലാ പേക്കൂത്തുകൾക്കും ഇവർ കൂട്ടുനിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇവരിൽ, ഈ വൈദികരിൽ യേശു ക്രിസ്തു ഉണ്ടോ? ഇവരാണോ കർത്താവിന്റെ പുരോഹിതർ? ലേശമെങ്കിലും നാണമുണ്ടോ ഈ പുരോഹിത വർഗത്തിന് എന്ന് ചോദിച്ചു പോവുകയാണ്. തമ്മിലടി, അഴിമതി എന്നുവേണ്ട സകല കൊള്ളരുതായ്മയും കാണിക്കുന്ന ഇവർ ഇന്നലെ പരിശുദ്ധ കുർബാന പൊതുവഴിയിൽ ചൊല്ലുന്ന കാഴ്ചയും വിശ്വാസികൾക്ക് കാണേണ്ടി വന്നു. സഭയ്ക്കും ക്രൈസ്തവ വിശ്വാസത്തിനും നിരക്കാത്ത പേക്കൂത്തുകൾ കാണിക്കുന്ന ഈ വിശുദ്ധ വസ്ത്രധാരികൾ വിശ്വാസികൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇമാതിരി പോക്രിത്തരം കാണിക്കുന്ന ലോഹാധാരികളെ സഭയിൽ നിന്ന് പുറന്തള്ളിയില്ലെങ്കിൽ ലോകത്താകമാനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹം കേരളത്തിലും നാമാവിശേഷമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.